എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പ്രധാനമായും നമ്മളെ പഠിക്കുന്ന പ്രിയ വിദ്യാർത്ഥികൾക്കും ഒപ്പം അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാന കാര്യം, നമുക്കറിയാം നമ്മുടെ മക്കളുടെ 1.5 മാസത്തോളം അല്ലെങ്കിൽ 2 മാസത്തോളം ഒക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് കുറെ പാരന്റ്സിന് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ ദൂരീകരിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പക്ഷെ ഒരു വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ മിക്ക പാരന്റ്സിനും ഉള്ള സംശയങ്ങൾ തീർക്കാൻ പറ്റും. അവർക്കൊരു നല്ലൊരു അവയർനെസ് കിട്ടി അവരുടെ മക്കളുടെ പഠനത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് അവരെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ അവർക്ക് സഹായകരമാവും എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഉള്ള കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെ പഠന രീതിയും അവർ പഠനത്തിൽ വരുന്ന പ്രയാസങ്ങളും അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആളുകൾക്ക് പലതരത്തിലുള്ള പഠന വൈകല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഡിസ്ലെക്സിയ പോലുള്ള പലതരത്തിലുള്ള പഠന വൈകല്യങ്ങളും എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും ചിത്രങ്ങൾ പാറ്റേണുകൾ കണ്ട് അതിലുള്ള കൺഫ്യൂഷൻസും അങ്ങനെയായിട്ട് പലതരത്തിലുള്ള വൈകല്യങ്ങൾ അത് പ്രായമേറിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇതിന്റെ ഒരു കണക്ക് ഇന്ത്യയുടെ ബേസ് ചെയ്തിട്ട് ശരിക്ക് നോക്കിയ സമയത്ത് വളരെ വിചിത്രമായതും അതുപോലെ തന്നെ ടോട്ടൽ ചിൽഡ്രന്റെ പോപ്പുലേഷന്റെ 2.67 മുതൽ ഏകദേശം 30.77, അതായത് 30% നമ്മളെ കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ്, പലതരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. 7 തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് പ്രധാനമായിട്ട് എഴുതാനോ വായിക്കാനോ മനസ്സിലാക്കാനോ പാറ്റേൺ കണ്ട് അറിയാനോ അങ്ങനെയുള്ള കുറെ തരത്തിലുള്ള, അല്ലെങ്കിൽ അവർക്ക് ഗ്രാമർ, പ്രൊനൗൺസിയേഷൻസ് റിപ്പീറ്റ് ആയിട്ട് വായിക്കുന്ന രീതിയിലുള്ള ഡിസബിലിറ്റീസ്, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്തത്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ലാംഗ്വേജിലുള്ള ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഡിസബിലിറ്റി, പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് ഇന്ന് കുട്ടികൾ കാണുന്നുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം ഇത് ആ ഒരു കണക്ക് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ കാണിക്കുന്നത്, ഇപ്പോൾ ഇത് ഇന്ത്യൻ ജേർണൽസ് ഓഫ് സൈക്കാട്രിക് നഴ്സിംഗ് കൊടുത്തിട്ടുള്ള ഒരു കണക്കനുസരിച്ച് നമുക്ക് 2.16 മുതൽ 30.77 വരയ്ക്കും അത്രയും ശതമാനം നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി ഇന്ന് ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് 2.5% അല്ലെങ്കിൽ 2% മുതൽ 30% വരെ ഉണ്ട് എങ്കിൽ അത് ചെറുതല്ല. നമ്മുടെ മക്കൾക്കും അത് ഉണ്ടാവാം. അത് എത്ര പാരന്റ്സ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ നമ്മളെ പാരന്റ്സ് നമ്മളെ കുട്ടികളുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ പലതരം തെറാപ്പികളിലൂടെ മാത്രമാണ് നമുക്ക് ഇതിനെ ഒന്ന് ചെറുക്കാൻ പറ്റുള്ളൂ. പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയില്ല. പക്ഷെ അത് മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രയാസത്തെ അല്ലെങ്കിൽ ഈ ലേണിംഗ് ഡിസബിലിറ്റീസിനെ മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ഇന്ന് ഇപ്പോൾ പല പാരന്റ്സിനും നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കാനുള്ള സമയമില്ല. നമ്മുടെ മക്കളുടെ കൂടെ ചെലവഴിക്കുന്ന സമയം കുറഞ്ഞുപോയി. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പൊ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ പലതരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അപ്പ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഉമ്മ എന്നെങ്കിലും ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും അവർ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്കറിയാമായിരുന്നു. ഇന്ന് മിക്ക പാരന്റ്സ്, ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ, ജോലിയിലേക്ക് പോകുന്ന സമയമായതുകൊണ്ടും ആ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫിൽ വന്ന കാരണത്താൽ ഈ ചെറുപ്രായത്തിൽ നമ്മളെ മക്കളുടെ പ്രൊനൗൺസിയേഷൻസ് ആണെങ്കിലും അവരിലുണ്ടാവുന്ന ലൈഫ് സ്റ്റൈലാണെങ്കിലും അവരുണ്ടാവുന്ന ജീവിത ശൈലികളിലാണെങ്കിലും നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു ആയനെയോ അല്ലെങ്കിൽ വേറൊരു സപ്പോർട്ട് ഉള്ളൊരു ബേബി കെയറിന് ഒരാളിനെയോ ആക്കിയിട്ട് പോകുന്ന സമയത്ത് അതിലുണ്ടാവുന്ന പരിമിതികൾ കുറവാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്ത്, ജോലിക്ക് പോകണ്ടെന്നല്ല പറയുന്നത്, ജോലിക്ക് പോയതിന് ശേഷം നമുക്ക് കിട്ടുന്ന സമയം കുട്ടികളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അത് ചെറിയ കുട്ടികളായിക്കോട്ടെ 18 വയസ്സായ കുട്ടികളായിക്കോട്ടെ, പരിപൂർണമായിട്ട് അവർ വളർച്ചയിലെത്തിയ കുട്ടികൾ ആരായിക്കോട്ടെ, നമ്മൾ അതിൽ കുറച്ച് കൺസേൺഡ് ആയിട്ട് നമ്മൾ അവരെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ കഴിയും. അപ്പോൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് തന്നെ നമ്മൾ അവരെടുത്ത് ടൈം കണ്ടെത്തി അവരെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ വലിയ പ്രായങ്ങളിലേക്ക് അവർ എത്തുന്ന സമയത്ത് അവർക്ക് എഴുതിയാൽ മനസ്സിലാവുന്നില്ല, അവർക്ക് എഴുത്ത് കറക്റ്റ് ആവുന്നില്ല, ഇപ്പോഴും കൂട്ടാനും കുറക്കാനും അറിയുന്നില്ല എന്നൊക്കെ പറയുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. അതിനുള്ള പ്രധാന കാരണം നമ്മളെ മക്കള് പരിശ്രമിക്കാത്തത് കൊണ്ടല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവാം, പഠന വൈകല്യങ്ങൾ ഉണ്ടാവാം. ആ ലേണിംഗ് ഡിസബിലിറ്റീസിനെ നമ്മൾ എബിലിറ്റി ആക്കി മാറ്റാൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൊടുക്കണം. എത്ര നേരത്തെ അറിയുന്നോ അത്രയും നേരത്തെ നമ്മൾ അറിയുന്ന ആളുകളുടെ അടുത്ത് പോയി, ഇപ്പൊ സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ അതിന് ലേണിംഗ് ഡിസബിലിറ്റീസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ട്രെയിനേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ട തെറാപ്പികൾ ചെയ്ത് ആ വൈകല്യത്തെ മാറ്റണം. എസ്പെഷ്യലി നമുക്ക് ഇന്ന് ഇന്ത്യയിൽ തന്നെ ബോളിവുഡിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന അഭിഷേക് ബച്ചൻ
പോലുള്ള ആക്ടർമാർക്ക് പോലും ഇങ്ങനത്തെ കുറെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് അറിയാന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ഇത് ഉണ്ടാവാൻ എന്താണ് കാരണം? ഈ ലേണിംഗ് ഡിസബിലിറ്റി തന്നെ ഉണ്ടായതാണോ? അതിനുള്ള കാരണം അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ പാരന്റ്സിൽ, പ്രത്യേകിച്ചും മദേഴ്സ്, അതല്ലെങ്കിൽ അമ്മമാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്മമാരുടെ പ്രഗ്നൻസി ടൈമിൽ അവർക്ക് ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ ആവാം, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, പ്രസവിക്കുന്ന രീതിയിലുള്ള ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആവാം, അതല്ലെങ്കിൽ അവരുടെ ഡെലിവറിക്ക് മുന്നേ ആയിട്ട് പലതരത്തിലുള്ള അവർക്ക് എത്തേണ്ട വൈറ്റമിൻസോ അല്ലെങ്കിൽ അവർക്ക് എത്തേണ്ട പോഷക ഗുണങ്ങൾ എത്താത്തത് കൊണ്ടും അവരുടെ ബ്രെയിനിലേക്കുള്ള രക്തോട്ടങ്ങൾ കുറയുന്ന സമയത്തും, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട, നമ്മൾ ജനിക്കുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കിട്ടേണ്ട ഓക്സിജന്റെ കുറവ് കാരണം ഒക്കെ പലതരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് വരുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രധാന കാര്യം. അപ്പൊ ഈ ഒരു കാര്യത്തെ മറികടക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ മക്കൾക്കും പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ മക്കൾക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കൊടുക്കുക, നമ്മളെ മക്കൾക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കൊടുത്തിട്ട് അവർക്കും ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിവുകൾ കൊടുക്കുക. ഇന്ന് എത്ര കുട്ടികൾ ഈ കറക്റ്റ് ടൈമിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് പോലും നമ്മൾ ഇന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥയാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട, അതിന്റെ കാരണം എന്താണ്, അതെങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ പാരന്റ്സിന്റെ ഒരു കുറച്ച് സമയം ഓരോ ദിവസം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കണം. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെലവഴിക്കുന്നത് നമുക്കൊരു തോന്നൽ വരണം. അല്ലാതെ നമ്മൾ കുറച്ച് പൈസ ചെലവാക്കുന്നു, നല്ലൊരു സ്കൂളിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കുന്നു, കൂടുതൽ പൈസ ചെലവാക്കുന്നു, കോച്ചിങ് സെന്ററുകളിലേക്കും മറ്റുള്ള ബുക്കുകളും മേടിച്ചു കൊടുക്കുന്നു, അത് മാത്രം പോരാ. അത് ശരിക്കും നമ്മൾ ഒരു ഐസിന്റെ പുറമെ നമ്മൾ പെയിന്റ് അടിക്കുന്ന രീതിയായി പോകും. അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു കുറച്ച് ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഇത് വെറും അമ്മമാർക്ക് മാത്രമല്ല, അച്ഛന്മാരും, അതായത് ബോത്ത് പാരന്റ്സ് എന്ന് ഞാൻ പറയാം, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സമയം കണ്ടെത്തി അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവരെ പഠനത്തിൽ നമ്മൾ കേൾക്കാനും അറിയാനും നമുക്ക് കഴിയണം. എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ പറഞ്ഞല്ലോ 1.5 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടി പാരന്റ്സ് മീറ്റിംഗ് വെച്ചപ്പോൾ ഒരു പാരന്റ് പറഞ്ഞതാണ്, എന്റെ കുട്ടിക്ക് +2 എത്തിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇടുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഇടേണ്ടത് തിരിച്ചിടുന്നു, ഇങ്ങനെ ആയി പോകുന്നു, ഇങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? അപ്പൊ ഇതും ഒരു തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിയാണ്. ഇങ്ങനെയുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ, ഈ +2 എത്തിയിട്ട് അറിയുന്നതിന് പകരം നമ്മൾ ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ, കുട്ടികൾ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങുന്ന സമയം, pre-KG or KG അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡിലോ ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പലതരം തെറാപ്പികളിലൂടെ നമ്മളെ മക്കളെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ഓരോ വയസ്സ് കഴിയുന്നിടത്തോളം ഇതിലേക്ക് ക്യൂറബിൾ ആക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഡിസബിലിറ്റീസിനെ ഒന്നുകൂടെ ചുരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ടൈമുകൾ എടുക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ പാരന്റ്സ് പ്രധാനപ്പെട്ടും മനസ്സിലാക്കേണ്ടതും മനസ്സിലിരുത്തേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ മക്കളുടെ അടുത്ത് ഇടപെടുന്ന സമയം കൂട്ടുക. നമ്മളെ മക്കളുടെ അടുത്ത് നമ്മൾ എത്ര ജോലി തിരക്കുകൾ ഉണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമെങ്കിലും നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ അറിയുക എന്നുള്ളത്, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അതിനൊരു സമയം കണ്ടെത്തണം. ചില അച്ഛന്മാർ ഇവിടെ നാട്ടിലുണ്ടാവില്ല, പ്രയാസമില്ല, അവര് ഇപ്പൊ ഇന്നത്തെ സോഷ്യൽ മീഡിയാസ് വഴിയോ അല്ലെങ്കിൽ എന്താ പറയാ വാട്സപ്പ് വഴിയോ ഒക്കെ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരത് കണ്ട് സംസാരിച്ച് അവരുടെ ഫീലിംഗും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഇതിൽ ആധികാരികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഞാനൊരു നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇടാം. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുക, നമ്മൾ കുട്ടികളുടെ പഠനത്തിന് ഏത് ടൈമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും.